നിങ്ങളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. കാരണം നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തുള്ള അപാകതകളും മറ്റും പറഞ്ഞു തരുന്നതാണ് ക്രിറ്റിസിസം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം കൂടുതൽ ഭംഗിയാക്കാനായിട്ട് അത് സഹായിക്കും. എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടാറില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പോൾ നിങ്ങളാണ് തെറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു കുറ്റമായിട്ടാണ് തോന്നുള്ളൂ. പക്ഷെ അതിന് പകരം ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഭംഗിയാക്കി ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുണ്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാനാണെന്ന് അറിയാം, അത് ഭംഗിയാക്കാൻ വേണ്ടിയാണെന്നും അറിയാം അങ്ങനെ പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മളത് പറയുമ്പോൾ അവർ നമ്മളോട് കൂടുതൽ ഷൗട്ട് ചെയ്യുകയും നമ്മൾ എപ്പോഴും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മുദ്ര കുത്തുകയും ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളോട് അവരെന്തെങ്കിലും പറയാൻ കൂട്ടാക്കുകയുമില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും സംഭവിക്കുന്നത് അവർക്കത് തിരുത്താൻ പറ്റില്ല. പക്ഷെ അത് തന്നെ വേറൊരാൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവരത് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവമായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ അത് കൂടുതൽ നന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം ഇപ്പം നമ്മൾ കുഞ്ഞു പിള്ളേരുടെ അടുത്താണ് അങ്ങനെ പറയണമെങ്കിൽ അവർ വഴക്കിട്ട് പോകും, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കും, ഇല്ലേ? അപ്പോൾ നമ്മളതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. കുഞ്ഞു പിള്ളേരോടൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ നമ്മളെക്കാൾ മുതിർന്നവരോടാണ് നമ്മളത് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ നോക്കുമ്പോൾ നമ്മൾ വരെ താഴ്ന്നവരാണ്. അവരാണ് പ്രായം കൊണ്ടും അറിവുകൊണ്ടും മൂത്തത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കറിയാവുന്നത്ര നിങ്ങൾക്കറിയാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയിലായിരിക്കും അവരെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാണ്ട് വരുമ്പോഴാണ് അവർ ചിലപ്പോൾ നമ്മളെ വഴക്കറിയേ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിട്ട് അവരത് മാറിക്കളയും. അപ്പോൾ നമ്മൾ ചെറുതായാലും വലുതായാലും നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഉള്ളിലെ തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുമ്പോൾ നമ്മളത് തിരുത്താൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം. നമ്മൾ ആ ഓൺ ദ സ്പോട്ടിൽ നമ്മളത് പറഞ്ഞില്ലെങ്കിലും ആ പറഞ്ഞത് എന്താണെന്ന് പിന്നീട് ആലോചിച്ചിട്ടാണെങ്കിലും പിന്നീട് ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ.